പെട്രോൾ പമ്പുകളിൽ നിന്ന് കന്നാസുകളിൽ ഇന്ധനം നൽകുന്നത് നിർത്തിയതോടെ പാലക്കാട് ട്രാക്ടർ ഉടമകളും കർഷകരും പ്രതിസന്ധിയിൽ. ഒന്നാം വിളം തുടങ്ങിയ പാടത്ത് ട്രാക്ടർ പണികൾ നിലയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. കരിഞ്ചന്ത തടയാൻ നടപ്പാക്കിയ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനമാണ് കർഷകർക്ക് തിരിച്ചടിയായത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നിബന്ധന പ്രകാരം പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകൃത കണ്ടെയ്നറുകളിൽ മാത്രമേ പമ്പുകളിൽ നിന്നും ഇന്ധനം വാങ്ങാൻ കഴിയൂ. വൻതോതിൽ ഇന്ധനം വാങ്ങി മറിച്ചു വിൽക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. എന്നാൽ ഇവിടെ പ്രതിസന്ധിയിലായത് ട്രാക്ടറിനെ ആശ്രയിക്കുന്ന നെൽകർഷകരാണ്. ഒന്നാം വിളയ്ക്ക് പാടത്തു പണി തുടങ്ങിയതോടെ ഒരു ട്രാക്ടറിന് ശരാശരി 60 ലിറ്ററോളം ഡീസൽ ഒരു ദിവസം വേണം. ഓട്ടോയിൽ പോയി കന്നാസുകളിൽ ഡീസൽ നിറച്ചുകൊണ്ടുവരുന്നതായിരുന്നു പതിവ്. ഇത് കിട്ടാതായതോടെ ട്രാക്ടർ പണികൾ നിലയ്ക്കുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഡീസൽ കിട്ടുന്നില്ല. പാടത്ത് പമ്പുകളിൽ സ്ഥിരമടിക്കുന്ന പമ്പുകളിലൊക്കെ ഞങ്ങൾക്ക് ഡീസൽ കിട്ടാറുണ്ട്. മറ്റുള്ള പമ്പുകളിൽ വെളിയിൽ പോകുമ്പോൾ കിട്ടുന്നില്ല. ഞങ്ങൾ പാടത്ത് പോയി ഒന്നാമത്തെ ഡ്രൈവർമാരില്ല, പണിക്കാരില്ല. ഇതിനകത്ത് ഡീസൽ കിട്ടില്ല പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ശാശ്വത പരിഹാരം കാണണം. കിറ്റാച്ചാണെങ്കിലും ഞങ്ങൾ പാടത്ത് വരമ്പ് മാടാൻ പോകുമ്പോഴും ഡീസൽ ഏറ്റിട്ട് പോകണം. അത് ഡീസൽ വണ്ടി പോയി പമ്പിൽ പോയി അടിക്കാനുള്ള സൗകര്യം ഇല്ല ഞങ്ങൾക്ക്. ടിപ്പറുകളൊക്കെ ഞങ്ങൾ വണ്ടി കൊണ്ട് മുമ്പ് അടിക്കും. ഈ ട്രാക്ടറും ടിപ്പറൊക്കെ ട്രാക്ടറും കിറ്റാച്ചെല്ലാം ഞങ്ങൾ പാടത്ത് പണിയെടുക്കുന്നവർ ഞങ്ങൾക്ക് ഡീസൽ കിട്ടാതെ എങ്ങനെ കൊടുക്കും? സ്ഥിരം അടിക്കുന്ന പമ്പുകളിൽ തരാറുണ്ട്. മറ്റുള്ള വെളികളിൽ പമ്പുകളിൽ പോകുമ്പോൾ ഡീസൽ കിട്ടാറില്ല. പല ഭാഗത്തും പാലക്കാട് ജില്ലയിലും മൊത്തത്തിൽ എല്ലാവരും ഞങ്ങൾ പണിയെടുക്കുന്നതാണ്. വളരെ കിലോമീറ്റർ കണക്ക് ഏറ്റിട്ട് വേണം പാടത്ത് ഡീസൽ എത്തിക്കാൻ. അതിന് നമുക്ക് ഒരാൾ പോലും നമുക്ക് പണിക്കാരെ കിട്ടാനില്ല, ഡ്രൈവർമാരെ കിട്ടാനില്ല. ആ ദുരിതാവസ്ഥയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതിനെന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ട്രാക്ടർ ഓടിച്ച് പമ്പിൽ പോവുക പ്രായോഗികമല്ല. ട്രാക്ടറിന് പുറമെ കൊയ്ത്ത് യന്ത്രങ്ങൾ, വുഡ് കട്ടർ, പുല്ലുവെട്ടുന്ന മെഷീൻ എന്നിവയ്ക്കുള്ള ഇന്ധനവും ഇനി കന്നാസുകളിൽ വാങ്ങാൻ കിട്ടില്ല. ഈ രീതിയിൽ ഇന്ധനം വാങ്ങുന്നത് പിടിക്കപ്പെട്ടാൽ പിഴ ഈടാക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ധന നിയന്ത്രണം ഈ തരത്തിൽ തുടരുമ്പോൾ ജില്ലയിലെ പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കുന്നതും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ തീരുമാനത്തിൽ ചെറുകിട കർഷകർക്ക് ഇളവ് നൽകാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം. ഡ്രൈവർമാരുമില്ല, ക്ലീനർമാരുമില്ല, ഓണർമാർ തന്നെ ഡീസൽ ഏറ്റിട്ട് പോണത്. ഡീസൽ പമ്പിൽ പോയി വാങ്ങിയിട്ട് വേണം. ഡെയിലി വീല് മാറ്റാനും ഒരു ആൾ കിട്ടാണ്ട് ഞങ്ങൾ തന്നെ മാറ്റി വിടുകയാണ്. പുതിയ തലമുറകൾ ഏതും ഈ ഫീൽഡിൽ കയറി വരുന്നില്ല. പഴയ ആൾക്കാരാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പാടശേഖര സംഘടനകളിലും കൃഷികൾ പണി ചെയ്യാൻ പൈകം ഡീസൽ കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാ പണികളും സ്തംഭിച്ചു പോകാനുള്ള അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം നീണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്നാണ് അധികാരപ്പെട്ടവരോട് പറയാനുള്ളത്. മഴ കുറഞ്ഞതുമൂലം വെള്ളമില്ലാത്ത ഭാഗങ്ങളിൽ ആളുകൾ മോട്ടോർ ഉപയോഗിച്ച് പാടത്തേക്ക് വെള്ളം എത്തിച്ചാണ് കൃഷിപ്പണികൾ നടത്തിവരുന്നത്. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം കർഷകരെ വലയ്ക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.